ഹായ് മക്കളെ, നാളെ 26-ാം തീയതി നമ്മുടെ GIB എക്സാം നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ ആലപ്പുഴ ടൗണിൽ തന്നെ നമ്മുടെ ആലപ്പുഴ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. എറണാകുളത്ത് കച്ചേരിപ്പടിയിലെ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലാണ്. അതുപോലെ ഇടുക്കിയിൽ നമ്മുടെ കട്ടപ്പനയിലുള്ള ഓക്സിലിയം സ്കൂൾ കട്ടപ്പനയിലാണ് എക്സാം നടക്കുക. കണ്ണൂർ ടൗണിലുള്ള സൈലം ലേണിംഗ് സെൻറ്ററിലാണ് എക്സാം ഉണ്ടാവുക. കാസർഗോഡ് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. കൊല്ലം ടൗണിലെ സൈലം ഹൈബ്രിഡ് സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും എക്സാം. കോട്ടയത്ത് നമ്മുടെ സൈലം ഹൈബ്രിഡ് സെൻറ്റർ കോട്ടയം ടൗണിലുള്ള സൈലം ഹൈബ്രിഡ് സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും എക്സാം. നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ എക്സാം സെൻറ്ററിലും ജനറലി എക്സാം നടക്കുന്നത് 2 to 5 ആണ്. നിങ്ങൾക്കറിയാം, നീറ്റിൻ്റെ അതേ സമയത്താണ് അല്ലേ. പക്ഷേ നമ്മുടെ കോട്ടയം ക്യാമ്പസിൽ രാവിലെ 10 മണിക്കാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ടൈം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. കോട്ടയത്തുള്ള ആളുകൾ അവിടെ മാത്രം നമുക്ക് 10 മണിക്കാണ് എക്സാം രാവിലെ കേട്ടോ. ഇനി കോഴിക്കോടാണെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ മെയിൻ സൈലം ഫ്യൂച്ചർ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നമുക്ക് 2 സെൻറ്ററുകൾ വരുന്നുണ്ട്. ഒന്ന് കോട്ടയ്ക്കൽ നമ്മുടെ ചെങ്കുവെട്ടിയുള്ള സൈലം ലേണിംഗ് സെൻറ്ററിലായിരിക്കും. അതുപോലെ പെരിന്തൽമണ്ണയിൽ സൈലം പെരിന്തൽമണ്ണ ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും എക്സാം. അതുപോലെ പാലക്കാട് സൈലം ട്യൂഷൻ സെൻറ്റർ വലക്കാട്ടുള്ള സൈലം ലേണിംഗ് ട്യൂഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും. പത്തനംതിട്ടയിൽ കാത്തലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയിൽ വെച്ചിട്ടാണ് എക്സാം നടക്കുന്നത്. തൃശ്ശൂരിൽ സൈലം തൃശ്ശൂർ ഹൈബ്രിഡ് ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും എക്സാം. ട്രിവാൻഡ്രത്ത് 2 സ്ഥലത്തുണ്ട്. ഒന്ന് നമ്മുടെ സ്റ്റാച്യൂവിൽ സൈലം ഓഫ്ലൈൻ ക്യാമ്പസിൽ വെച്ചിട്ട് എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ നെയ്യാറ്റിൻകരയിലുള്ള ആളുകളാണെങ്കിൽ സൈലം ഓഫ്ലൈൻ ക്യാമ്പസ് നെയ്യാറ്റിൻകരയിൽ എക്സാം നടക്കുന്നുണ്ട്. അതുപോലെ വയനാട് കൽപ്പറ്റയിലെ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും GIBയുടെ ഇമ്പോർട്ടൻസ് അറിയാം അല്ലേ. നമ്മൾ നീറ്റ് എക്സാമിന് എങ്ങനെയാണോ എക്സാം ഹാളിൽ നമ്മൾ പരീക്ഷ എഴുതുന്നത് അതേ എന്താ പറയുക, ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി അതേ ഒരു ഫീലിങ്ങിൽ അതേ ഒരു എൻവയോൺമെൻറ്റിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പരീക്ഷ എഴുതി ശീലിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അടുത്ത വർഷത്തെ മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ആ ഒരു ദിവസമുണ്ടല്ലോ, ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ, അന്ന് പോയിട്ട് പരീക്ഷ എഴുതുമ്പോൾ നമുക്കതിൻ്റെ ഏറ്റവും പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ ഗൈസ്, കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഓടിപ്പിടഞ്ഞ് അവസാന സമയത്തേക്ക് കാത്തിരിക്കരുത്. മാക്സിമം നേരത്തെ നിങ്ങളുടെ സെൻറ്റേഴ്സിലേക്ക് എത്താൻ ശ്രമിക്കുക. അടിപൊളിയായിട്ട് എത്തി പരീക്ഷ എഴുതി അടിപൊളിയായി നമ്മൾ ഈ ഒരു GIB എക്സാമുകളിലൂടെ ഒക്കെ മുന്നോട്ട് പോയി നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് അടുത്ത പ്രാവശ്യം എത്തണം. സോ ഓൾ ദി ബെസ്റ്റ്, ലവ് യു ഓൾ, ബൈ.